ഒരു കോഫിയല്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ഈ VIP മൂവ്മെന്റിന്റെ രജിസ്റ്ററാണ് എനിക്ക് കിട്ടിയത്. കിട്ടിയ സമയത്താണ് ഞാനത് പറഞ്ഞത്. അതിനു മുമ്പ് ഈ നമുക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ പേര് ബൈ മീ കോഫി എന്ന് കണ്ടപ്പോൾ അത് കോഫി ഷോപ്പ് ആയിരിക്കും എന്നാണ് തെറ്റിദ്ധരിച്ചത്. അത് കോഫി ഷോപ്പല്ല, ഞാൻ തിരുത്തുന്നു. എന്തോ എങ്ങനെ ഇതൊന്നും അല്ലായിരുന്നല്ലോ ഇന്നലെ. എന്നാ ചാട്ടമായിരുന്നു. എന്തോ ഒന്ന് കണ്ടപ്പോഴത്തേന് ഉടനെ കാപ്പിക്കട എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ പുള്ളിയാ. മുട്ടയൊന്നും അല്ല കേട്ടോ, ചീമുട്ട. മുട്ടയ്ക്ക് കുറെ ഔഷധ ഗുണം ഉള്ളത് കൊണ്ട് നമ്മൾ മുട്ട ഒരിക്കലും പരിഹസിക്കല്ലേ. ഇത് ചീമുട്ടയാണ് ഗൈസ്, ചീമുട്ട. കുറച്ചെങ്കിലും വിവരം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എവിടെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഒന്ന് അടിച്ചാക്ഷേപിക്കണമെന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും ഉടനെ ഇങ്ങ് പോരും. ഏത് കാപ്പിക്കട. എന്തായാലും പുള്ളി ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കി. അതിന് ഓണറിന്റെ ഒരു ഊക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം പുള്ളി ഇന്നലെ ഒരു പേപ്പറൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഈ കാപ്പിക്കടയെ കുറിച്ച് പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കി. കോഫി എന്ന് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്ന് പറയുന്ന കോഫിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് മുഖ്യമന്ത്രി. അതൊരു കോഫിക്കടയാക്കി മാറ്റിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് പറയുന്നത്. ഇവനെയൊക്കെ മാധ്യമപ്രവർത്തകനെന്ന് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്തുവായാലും ഈ സ്ഥാപനത്തിന്റെ ഓണറിന്റെ കയ്യിൽ നിന്ന് ഒരു ഊക്കൂടെ മേടിച്ച് കെട്ടിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടു നോക്ക്. എന്തായാലും ഇതുകൊണ്ടൊക്കെ വയറ് നിറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ചീമൊട്ടയുടെ തലയിൽ ഇനി എത്രയൊക്കെ ചീമൊട്ടകൾ വീഴാനുള്ളതാ. എന്തായാലും അവര് പറയുന്ന കാര്യം ഒന്ന് കേട്ടു. യഥാർത്ഥത്തിലൊരു ചുളിവിലൊരു മാളിലൊരു കാപ്പിക്കട മുതലാളിയാൻ പറ്റി 2 ദിവസം കൊണ്ട്. അതിനുശേഷം വന്ന വാർത്തകളാണ് ഞങ്ങൾ ഏതോ ഒരു കാപ്പിക്കടയിൽ പോയി മുഖ്യമന്ത്രി എന്തിന് ഇനാഗുറേറ്റ്. റിപ്പോർട്ടർമാരെന്ന നിലയ്ക്ക് ബേസിക് ഫാക്ട് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഇവര് ചെയ്യും. ഇവര് ഫാക്ട് ചെക്ക് ഒക്കെ ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ. വലിയ റിപ്പോർട്ടർമാരാ, വലിയ റിപ്പോർട്ടർമാരാ. തലയ്ക്കകത്ത് ഒരു കോപ്പുമില്ല. ചുമ്മാ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് വരിക. ഞങ്ങളാണ് നമ്പർ 1, ഞങ്ങളാണ് നമ്പർ 1 എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് വരികയും ചെയ്യും. എന്നാൽ നമ്പർ 1 പോയിട്ട് ഒരു മണ്ണാങ്കട്ട ഒട്ടും ഇല്ലതാനും. ബൈ മീ എ കോഫി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ കാപ്പി കച്ചവടം എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഈ പറയുന്ന ചീമോട്ട. പിന്നെ ഇവനിൽ നിന്നും എല്ലാം കിട്ടുമോ? എന്താണ് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് പ്ലീസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.